Good morning, ma'am. Good morning, all. Good morning, ma'am. കുറെ ദിവസമായില്ലേ കണ്ടിട്ട്? മറന്നുപോയാ മിസ് എടുത്തതൊക്കെ? No, ma'am. ഇല്ലില്ല. നമ്മ എവിടെ വരെ എടുത്തു? PPE കംപ്ലീറ്റ് ചെയ്തോ? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് കംപ്ലീറ്റ് ആയിട്ടില്ല. കംപ്ലീറ്റ് ചെയ്തു. ചെയ്തോ? നെക്സ്റ്റ് പറയുന്നത് ഗൗൺസ് ആൻഡ് ആപ്രോൺസ് അല്ലെ. നമ്മൾ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസിൽ പറയുന്നതാണ് അല്ലെ. എന്താണ് PPE കിറ്റുകൾ ധരിക്കുക, ഹാൻഡ് ഹൈജീൻ ചെയ്യുക അല്ലെ. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഗൗൺസ് ആൻഡ് ആപ്രോൺസ് ധരിക്കുക. നമ്മൾ ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ ഗൗൺസും ആപ്രോൺസ് ഒക്കെ ധരിക്കുന്നത്? ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പ്രൊസീജിയർ ചെയ്യാൻ പോകുമ്പോ പ്രത്യേകിച്ച് ബോഡിയും ബോഡി നമ്മുടെ മേത്തിട്ട് തെറിക്കുമ്പോൾ അല്ലെ, ആ ഒരു സിറ്റുവേഷനിലല്ലേ ബ്ലഡോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സുകളൊക്കെ നമ്മുടെ മേത്ത് തെറിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ മേത്തേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള സിറ്റുവേഷൻ വരുന്ന സന്ദർഭങ്ങളിൽ അല്ലെ. അപ്പൊ നോക്കിയേ, എന്തുപറ്റി? ആളൊക്കെ കുറവാണല്ലോ. ഇന്ന് സാറ്റർഡേ ആയിരുന്നാണോ? Okay. Wear an apron or gown to protect your skin and inhibit soiling of clothing during procedures and patient care activities that are likely to generate splattering of or sprays of blood, body fluids, secretion or excretion or cause soiling of cloth അല്ലെ. രക്തം, നമ്മുടെ ശരീരദ്രവങ്ങൾ അല്ലെങ്കിൽ മറ്റ് ദ്രവങ്ങൾ അല്ലെ, സെക്രീഷൻസ് അല്ലെങ്കിൽ എക്സ്പ്രഷൻസ്, വിസർജനങ്ങൾ അല്ലെ, അത് നമ്മുടെ മേത്തേക്ക് തെറിക്കാനുള്ള ആ ഒരു സ്പ്രേകളോ അല്ലെങ്കിൽ നമ്മുടെ മേത്തേക്ക് തെറിക്കാനുള്ള സാധ്യതയുള്ള എന്തെങ്കിലും നടപടിക്രമങ്ങളോ അല്ലെങ്കിൽ രോഗീ പരിചരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അല്ലെ, പ്രൊട്ടക്ട് സ്കിൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനും നമ്മുടെ ക്ലോത്തിങ്, നമ്മുടെ എന്താണ് വസ്ത്രങ്ങള് മലിനമാകുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? അപ്രോൺ അല്ലെങ്കിൽ ഗൗണുകള് ധരിക്കുന്നത് അല്ലെ. നമ്മുടെ എന്താണ് ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. നമ്മുടെ സ്കിന്നിൽ എങ്ങനെയുള്ള ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ഒരാളുടെ ബോഡി ഫ്ലൂയിഡ് ധരിക്കുക അല്ലെങ്കിൽ ബ്ലഡ് ധരിക്കുകയൊക്കെ ചെയ്താൽ നമുക്കും ഇൻഫെക്ഷൻസ് വരുമോ? നമ്മുടെ വസ്ത്രത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുകയാണ് നമ്മുടെ ബ്ലഡ്, നമ്മുടെ ആ ഒരു ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ഒരാളുടെ ബ്ലഡ് നമ്മുടെ വസ്ത്രത്തില് ക്ലോത്തിങ്ങിൽ തെറിച്ചിട്ടുണ്ട്, നമ്മ അത് കണ്ടില്ല, അത് അവിടെ ഇരുന്നോണെങ്കിൽ നമ്മ അത് അറിയാണ്ട് ടച്ച് ചെയ്താൽ നമുക്ക് ഇൻഫെക്ഷൻസ് വരില്ലേ? അപ്പൊ എന്താണ്? നമ്മുടെ ഡ്രസ്സുകള്, ക്ലോത്തിങ് മലിനമാകാതിരിക്കുന്നതിനും നമ്മുടെ സ്കിന്നിലല്ലേ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും ഇങ്ങനെയുള്ള ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സുകൾ, സെക്രീഷൻ ഓർ എക്സ്പ്രഷൻസ് ഒക്കെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, നടപടിക്രമങ്ങളിൽ ഏർപ്പെടുമ്പോഴും രോഗീ പരിചരണ പ്രവർത്തന സമയത്തുമാണ് നമ്മൾ ഈ ആപ്രോൺസ്, ഗൗൺസുകള് ധരിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? എങ്ങനെയുള്ള ആപ്രോൺസ് ആയിരിക്കണം അല്ലെങ്കിൽ ഗൗൺ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അല്ലെ. Select a gown or apron that is long or short sleeve that is appropriated for the activity and the amount of fluid likely to be confronted അല്ലെ. എന്താണ്? നമുക്ക് ലോങ് ആണോ ഷോർട്ട് ആണോ സ്ലീവ്, അങ്ങനെയുള്ള സ്ലീവ്സ് ഉള്ള ആപ്രോൺസ് ആണോ അല്ലെങ്കിൽ ഗൗൺ ആണോ ധരിക്കേണ്ടത് എന്നുള്ളത് നമ്മ ഏത് പ്രവർത്തനമാണോ അല്ലെങ്കിൽ നമ്മൾ ഏതൊരു ആക്ടിവിറ്റി ആണോ ചെയ്യാൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇങ്ങനെയുള്ള ലോങ് സ്ലീവ് ആണോ അല്ലെങ്കിൽ ഷോർട്ട് സ്ലീവ് ആണോ ധരിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത്, ഇഫ് an apron is used, staff should
ensure they are bare below the elbows അല്ലെ. എന്താണ് നമ്മൾ aprons ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെ ഇതാ bare below the elbows അല്ലെ, നമ്മുടെ കൈമുട്ടിന് താഴെയുള്ള കൈമുട്ടിന്റെ വരെയും വരുന്ന aprons ധരിക്കുക. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മൾ എന്തെങ്കിലും പ്രൊസീജിയറിന് ഗെറ്റാണ് അല്ലെങ്കിൽ സ്റ്റാഫുകൾ ധരിക്കുന്ന aprons ശ്രദ്ധിച്ചിട്ടുണ്ടോ? കൈമുട്ട് വരെ ഉണ്ടാവുള്ളൂ അല്ലെ, പിന്നെ ഒരു ബ്ലൗസുകളൊക്കെ ഇട്ടിട്ടായിരിക്കും അല്ലെ, അല്ലെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പൊ എന്താണ് നമ്മുടെ if an apron is used, staff should ensure they are bare below the elbows. എന്താണ് aprons ആണ് ധരിക്കുന്നതെങ്കിൽ അവരെന്ത് ചെയ്യാ, നമ്മുടെ കൈമുട്ടിന് മുകളിലേക്ക് മാത്രം കവർ ചെയ്യുന്ന രീതിയിലുള്ള aprons ധരിക്കുക. Remove the used gown as immediately as possible and roll it up carefully and discard appropriately. നമ്മീ എന്തെങ്കിലും പ്രൊസീജിയറിന്റെ സമയത്ത് അല്ലെങ്കിൽ പേഷ്യന്റ് കെയറിന്റെ സമയത്ത് ഉപയോഗിച്ച aprons അല്ലെങ്കിൽ ഗൗൺസുകൾ നമ്മൾ ആ ഒരു പ്രവർത്തനം കഴിഞ്ഞതിന് ശേഷം ഊരി അവിടെ എവിടെയെങ്കിലും ഇടാൻ പാടുണ്ടോ? ഇല്ല അല്ലെ. നമ്മ എന്ത് ചെയ്യണം, ആ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ആ ഒരു രോഗി പരിചരണം കഴിഞ്ഞതിന് ശേഷം ശ്രദ്ധയോടുകൂടി അത് നമ്മ നിന്ന് ഊരിയതിന് ശേഷം നല്ല ശ്രദ്ധയോടുകൂടി ചുരുട്ടി ഉചിതമായ രീതിയിൽ ഉപേക്ഷിക്കുക അല്ലെ, ഡിസ്കാർഡ് ചെയ്യുക. അതല്ലെങ്കിൽ എന്ത് പറ്റും, നമ്മൊരു നമ്മുടെ ശ്രദ്ധയില്ലായ്മ മൂലം അല്ലെ നമുക്കും ഇൻഫെക്ഷൻസ് വരാം അല്ലെ, ഇൻഫെക്ഷൻസ് വരാം. അപ്പൊ അതിന്റെ നല്ല കെയർഫുൾ ആയിട്ട് നമ്മ അത് ചുരുട്ടുകയും എന്താണ് ഉചിതമായ രീതിയിൽ പ്രോപ്പറായ രീതിയിൽ അത് ഉപേക്ഷിക്കുകയും ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് പെർഫോം ഹാൻഡ് ഹൈജീൻ പ്രോപ്പർലി ആഫ്റ്റർ റിമൂവൽ അല്ലെ. അത് നമ്മ റിമൂവ് ചെയ്തതിന് ശേഷം, ഇത് ഡിസ്കാർഡ് ചെയ്തതിന് ശേഷം നമ്മ നല്ല രീതിയിൽ കൈ കഴുകണം അല്ലെ, ഹാൻഡ് ഹൈജീൻ ചെയ്യണോ? അപ്പൊ എന്താണ് പെർഫോം ഹാൻഡ് ഹൈജീൻ പ്രോംപ്റ്റ്ലി ആഫ്റ്റർ റിമൂവൽ അല്ലെ. ആ ഒരു റിമൂവല് കഴിഞ്ഞതിന് ശേഷം നമ്മ എന്ത് ചെയ്യുക, ശരിയായ രീതിയിൽ പ്രോപ്പറായ രീതിയിൽ നമ്മ എന്ത് ചെയ്യുക, ഹാൻഡ് ഹൈജീൻ ചെയ്യുക. ഓക്കെ ആണോ? ഗൗൺസുകളും aprons അല്ലെ എന്താണ് നമ്മുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വസ്ത്രത്തിലേക്ക് എന്താണ് ബ്ലഡ് ധരിക്കാനോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സോ അല്ലെങ്കിൽ സെക്രീഷ്യൻസോ എക്സ്ക്രീഷ്യൻസോ ധരിക്കാനോ അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യാനോ സാധ്യതയുള്ള നടപടിക്രമങ്ങളോ അല്ലെങ്കിൽ പേഷ്യന്റ് കെയർ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സമയത്താണ് നമ്മ എന്ത് ധരിക്കുന്നത്, apronsഉം ഗൗൺസും ധരിക്കുന്നത്. അതിന്റെ കയ്യിലെ സ്ലീവ് ഫുൾ ആണോ, സ്ലീവ് ആണോ, ഹാഫ് സ്ലീവ് ആണോ, ഷോർട്ട് സ്ലീവ് ആണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രവർത്തനത്തെ ആസ്പദമാക്കിയിട്ടാണ് അല്ലെ. aprons യൂസ് ചെയ്യുകയാണെങ്കിൽ കൈമുട്ടിന് താഴെ നഗ്നമാകുന്ന രീതിയിൽ അല്ലെ, കൈമുട്ടിന് മേലേക്ക് വരുന്ന രീതിയിലുള്ള aprons ആയിരിക്കണം ധരിക്കേണ്ടത്. നമ്മുടെ ആ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ആ ഒരു പേഷ്യന്റ് കെയർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ശ്രദ്ധാപൂർവ്വം നമ്മുടെ ശരീരത്തിൽ നിന്ന് അത് നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധയോടുകൂടി ശ്രദ്ധാപൂർവം ചുരുട്ടി ശരിയായ രീതിയിൽ ഉചിതമായ രീതിയിൽ അത് ഡിസ്കാർഡ് ചെയ്യുക. അതിനുശേഷം അത് റിമൂവൽ ചെയ്തതിന് ശേഷം നമ്മൾ പ്രോപ്പറായ രീതിയിൽ ഹാൻഡ് ഹൈജീൻ നടത്തുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് മാസ്ക്, ഐ പ്രൊട്ടക്ഷൻ, ഫേസ് ഷീൽഡ് അല്ലെ. വിയർ എ മാസ്ക്, ഫേസ് ഷീൽഡ് കണ്ടോ, ഫേസ് ഷീൽഡ് കണ്ടിട്ടുണ്ട് അല്ലെ, ഫേസ് ഷീൽഡ്. Wear a mask and eye protection or face shield to secure mucous membrane of the eyes, nose and mouth during process patient care activities and cleaning procedures that are likely to make splashes or sprays of blood, body fluids and excretions. എന്താണ് നമ്മുടെ കണ്ണിലേക്കോ അല്ലെങ്കിൽ മൂക്കിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ വായിലേക്കോ അല്ലെ നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സോ അല്ലെങ്കിൽ എന്താണ് ബ്ലഡോ അല്ലെങ്കിൽ എക്സ്ക്രീഷൻസോ ഒന്നും ധരിക്കാത്ത വിധം പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ മുക്കസ് മെമ്പറിനെ സെക്യൂർ ചെയ്യാൻ വേണ്ടി സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ധരിക്കുന്നതാണ് ഐ പ്രൊട്ടക്ഷനും അല്ലെങ്കിൽ ഫേസ് ഷീൽഡും അല്ലേ. മാസ്കും പിന്നെ എന്താണ് ഐ പ്രൊട്ടക്ഷൻ, ഫേസ് ഷീൽഡ് അല്ലെ. ഒന്നുകിൽ മാസ്കും ഐ പ്രൊട്ടക്ഷനും ധരിക്കുക, അതല്ലെങ്കിൽ എന്താണ് ഇതിനെല്ലാം കൂടി പ്രൊട്ടക്ട് ചെയ്യുന്ന ഫേസ് ഷീൽഡ് ധരിക്കുക അല്ലെ. കണ്ടില്ലേ? അപ്പൊ എന്താണ് നമ്മുടെ മൂക്കിലേക്കോ വായിലേക്കോ അല്ലെങ്കിൽ കണ്ണിലേക്കോ ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സോ അല്ലെങ്കിൽ മറ്റ്
എന്താണ് വിസർജനങ്ങളൊന്നും തെറിക്കാത്ത രീതിയിൽ നമ്മുടെ കണ്ണിനെയും മൂക്കിനെയും വായിനെയും പ്രൊട്ടക്ട് ചെയ്യുന്ന മുക്കസ് മെമ്പറിനെയും പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് മാസ്ക്, ഐ അല്ലെങ്കിൽ രണ്ടും കൂടിയ രീതിയിലുള്ള ഫേസ് ഷീൽഡുകള്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് റിമൂവ് ദ മാസ്ക് ബൈ ഹോൾഡിംഗ് ദ ടൈസ് ഓൺലി ആൻഡ് പമ്പ് ദ മാസ്ക് and dump the mask into a waste bin. അല്ലെ, നമ്മ എങ്ങനെയാണ് നമ്മ മാസ്ക് ഊരുമ്പോൾ റിമൂവ് ചെയ്യുമ്പോൾ നമ്മ എന്തെങ്കിലും നോക്കാറുണ്ടോ? നമ്മ വെറുതെ അത് വലിച്ചു ഊരും അല്ലേ? ആണോ? അല്ല, ശ്രദ്ധിക്കാറുണ്ട്. ഓക്കെ. എന്താണ് നമ്മ ടൈസുമ മാത്രം നോക്കിയിട്ട് വേണം അല്ലെ? ടൈസ് ആയിരിക്കണം നമ്മ അത് റിമൂവ് ചെയ്യണം. മാസ്ക് റിമൂവ് ചെയ്യുന്നത് നമ്മ എന്തായിരിക്കണം? നമ്മുടെ ആ ഒരു മാസ്കിന്റെ ടൈസ് വരില്ലേ, അതായിരിക്കണം നമ്മ ആദ്യം റിമൂവ് മാറ്റിയതിനു ശേഷമായിരിക്കണം മാസ്ക് റിമൂവ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? വേസ്റ്റ് ബിന്നില് ശരിയായ രീതിയിൽ ഡംപ് ചെയ്യുക അല്ലെ, ഉപേക്ഷിക്കുക. ഓക്കെ ആണോ? ടൈസുകൾ മാത്രം അല്ലെ, ആ ഒരു നമ്മ മാസ്ക് ധരിക്കുമ്പോ രണ്ട് വള്ളി പോലെ ഉണ്ടാവും അല്ലെ ചെവിയുമ്പോ നമ്മ വെക്കുന്നത്, അങ്ങനെയുള്ള ആ ഒരു ടൈസിൽ മാത്രം പിടിച്ചിട്ട് മാസ്കുകൾ റിമൂവ് ചെയ്യുകയും അതിനുശേഷം നമ്മ എന്ത് ചെയ്യുക? വേസ്റ്റ് ബിന്നില് നിക്ഷേപിക്കുകയും ചെയ്യുക. പെർഫോം ഹാൻഡ് ഹൈജീൻ ക്വിക്ക്ലി ആഫ്റ്റർ റിമൂവൽ. മാസ്ക് ഊരിയതിനു ശേഷം പെട്ടെന്ന് തന്നെ അല്ലെ എന്ത് ചെയ്യുക? ക്വിക്ക്ലി ഹാൻഡ് ഹൈജീൻ ചെയ്യുക, കൈകള് വൃത്തിയാക്കുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് ട്രാൻസ്മിഷൻ ബേസ്ഡ് പ്രിക്കോഷൻ. നമ്മ പറഞ്ഞു സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് എന്ന് പറഞ്ഞിട്ടാണ് അല്ലെ നമ്മ എന്ത് പറഞ്ഞു? PPE കിറ്റ് ധരിക്കുക, മാസ്കുകൾ അല്ലേ, മാസ്കുകള്, ഐവിയർ ധരിക്കുക, ഗൗൺസുകൾ ധരിക്കുക, ഹാൻഡ് ഹൈജീൻ ചെയ്യുക അല്ലെ. ഇതൊന്നുമല്ലാതെ എന്താണ് നമ്മ കൊറോണയൊക്കെ വന്ന സമയത്ത് നമ്മൾ വീണ്ടും പ്രിക്കോഷൻസ് സ്വീകരിച്ചല്ലോ. 1 മീറ്റർ അകലം പാലിച്ച് സംസാരിക്കുക അല്ലെ. പിന്നെ എന്താണ്? ആ ഒരു രോഗിയെ ഐസൊലേറ്റ് ചെയ്ത് താമസിപ്പിക്കുക അല്ലെ, ആണോ? അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെയാണ് എന്താണ് നമ്മൾ സ്വീകരിക്കുന്ന സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻ അല്ലാതെ ആ ഒരു ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട നമ്മൾ സ്വീകരിക്കുന്ന അഡീഷണൽ ആയിട്ട് നമ്മൾ എടുക്കുന്ന പ്രിക്കോഷൻസിനെയാണ് സ്റ്റാൻഡേർഡ് ട്രാൻസ്മിഷൻ ബേസ്ഡ് പ്രിക്കോഷൻ എന്ന് പറയുന്നത്. നോക്കാം നിങ്ങൾക്ക് ട്രാൻസ്മിഷൻ ബേസ്ഡ് പ്രിക്കോഷൻ എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ. നെക്സ്റ്റ് നോക്കിയേ, ട്രാൻസ്മിഷൻ അതായത് നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻ അല്ലാതെ ആ ഒരു ഇൻഫെക്ഷൻ പടരുന്ന രീതിയെ ബേസ് ചെയ്തിട്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് എടുക്കുന്ന ആ രോഗം സ്പ്രെഡ് ചെയ്യുന്നത് തടയാനും അതിനെ കൺട്രോൾ ചെയ്യാനും എടുക്കുന്ന അഡീഷണൽ പ്രിക്കോഷൻസിനെ, മുൻകരുതലിനെയാണ് ട്രാൻസ്മിഷൻ ബേസ്ഡ് പ്രിക്കോഷൻ എന്ന് പറയുന്നത്. ഇതിൽ നോക്കിയേ, ട്രാൻസ്മിഷൻ ബേസ്ഡ് പ്രിക്കോഷൻ TBPS മാർക്ക് ചെയ്യുക. TBPS are used in addition to standard precaution when standard precautions alone may be inadequate to prevent transmission of infections. അല്ലെ, എന്താണ്? അണുബാധ പടരുന്നത്, നമ്മുടെ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത് തടയാൻ സ്റ്റാൻഡേർഡ് മുൻകരുതലുകൾ മാത്രം അപര്യാപ്തമാകുമ്പോൾ എന്താണ്? സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസിന് പുറമെ നമ്മൾ എടുക്കുന്ന പ്രിക്കോഷൻസിനെയാണ് TBPS എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നമ്മുടെ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത് തടയാൻ സ്റ്റാൻഡേർഡ് നമ്മുടെ ഹാൻഡ് ഹൈജീനിങ്, മാസ്കുകൾ ധരിക്കുക, ഗൗൺസുകൾ ധരിക്കുക, PPE കിറ്റുകൾ ധരിക്കുക, അങ്ങനെയുള്ള പ്രിക്കോഷൻസ് പോരാതെ വരുമ്പോൾ അല്ലെ, അത് മാത്രം അപര്യാപ്തമാകുമ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് എടുക്കുന്ന പ്രിക്കോഷൻസിനെയാണ് TBPS എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് TBPS are used for patients known or presumed to be infected or colonized with epidemiologically important or highly transmittable pathogens that can transmit infections. അല്ലെ, അണുബാധ
പകരാൻ കഴിയുന്ന എപ്പിഡമിയോളജിക്കൽ പ്രാധാന്യത്തോടെ വളരെ വേഗത്തിൽ പടരുന്നതോ ആയ ഇൻഫെക്ഷൻസ് ബാധിച്ചതായി അറിയപ്പെടുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരാളിലെ ആ ഒരു ഇൻഫെക്ഷൻസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്ന് അനുമാനിക്കുന്നതോ ആയ രോഗികൾക്കാണ് TBPS ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമ്മ അഡീഷണൽ പ്രിക്കോഷൻസ് ട്രാൻസ്മിഷൻ ബേസ്ഡ് പ്രിക്കോഷൻസ് സ്വീകരിച്ചത് എപ്പോഴാണ്? അടുത്ത കാലത്ത് കൊറോണ നിപ്പ വന്നപ്പോഴൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് അല്ലെ അഡീഷണൽ പ്രിക്കോഷൻസ്. അതെങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ആയിരുന്നു? പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങളാണ് അല്ലെ അല്ലെ എയർബോൺ പ്രിക്കോഷൻ ആണ്. പെട്ടെന്ന് സ്പ്രെഡ് രോഗിയിൽ നിന്ന് മറ്റൊരു രോഗിയിലേക്ക് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് ആ ഒരു അസുഖം ബാധിച്ച കോണ്ടാക്റ്റിലൂടെ പകരുന്നതാണ്. ആ ഒരു അസുഖം ബാധിച്ച ഒരാളെ മാത്രമാണ് നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് താമസിപ്പിച്ചതും അഡീഷണൽ പ്രിക്കോഷൻസ് സ്വീകരിച്ച് അല്ല അല്ലെ. ആ ഒരു രോഗിയില് അതുമായി സമ്പർക്കം പുലർത്തിയ ആളില് ആ ഒരു ഇൻഫെക്ഷൻസ് സ്ഥിരീകരിച്ചേക്കാം എന്നുള്ള ആളുകളിൽ നമ്മൾ ഈ ഒരു അഡീഷണൽ പ്രിക്കോഷൻസ് സ്വീകരിച്ചിട്ടില്ലേ? അവരുമായി കോണ്ടാക്ട് ഉള്ള ആളുകളിൽ നമ്മൾ ഈ ഒരു പ്രിക്കോഷൻസ് സ്വീകരിച്ചിട്ടുണ്ട് അല്ലെ. എന്നിട്ട് അവരെ ടെസ്റ്റ് ചെയ്ത് ഉറപ്പാക്കിയതിനു ശേഷം മാത്രമല്ലേ അല്ലെ ബാക്കി കാര്യങ്ങൾ നടപടിക്രമങ്ങൾ ചെയ്യുള്ളൂ. ആണോ? അപ്പൊ എന്താണ്? അണുബാധ പകരാൻ സാധ്യതയുള്ള എപ്പിഡോമോളജിക്കൽ സാംക്രമിക രോഗശാസ്ത്രം അനുസരിച്ച് അതിന്റെ പ്രാധാന്യത്തോടെ വളരെ വേഗത്തിൽ പടരുന്നതോ ആയ ഇൻഫെക്ഷൻസ് ബാധിച്ചതായാൽ ആ ഒരു ഇൻഫെക്ഷൻ സ്ഥിരീകരിച്ചതായ ആളുകളിലോ അല്ലെങ്കിൽ അവരുമായി സമ്പർക്കം പുലർത്തി ആ ഒരു ആളിലെ ഇൻഫെക്ഷൻസ് ഉണ്ടാവാം എന്ന് അനുമാനിക്കുന്നവരിലോ ആണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? നമ്മുടെ TBPS ഉപയോഗിക്കുന്നത്. ഓക്കെയാണോ? അതായത് ഇൻഫെക്ഷൻസ് അല്ലെ നമ്മൾ കൊറോണ സ്ഥിരീകരിച്ചപ്പോ ആ ഒരാളിൽ മാത്രമല്ല അല്ലെ അതുമായി സമ്പർക്കം പുലർത്തിയ ആ ഒരു ഇൻഫെക്ഷൻസ് സ്ഥിരീകരിച്ച ആളുമായി സമ്പർക്കം പുലർത്തിയ ആളുകളിലും നമ്മൾ പ്രിക്കോഷൻസ് സ്വീകരിച്ചിട്ടില്ലേ? ആ രോഗം അയാൾക്ക് വരാമെന്ന് നമ്മുടെ അനുമാനമാണ് അല്ലെ അല്ലെ നമ്മുടെ ഒരു അനുമാനമാണ് അല്ലെ. അയാളുമായി സമ്പർക്കം പുലർത്തിയ ആ ഒരു വ്യക്തിക്ക് ഇൻഫെക്ഷൻസ് വരാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള രോഗികൾക്ക് അവരിൽ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഒരു പ്രിക്കോഷൻസ് ആണ് ട്രാൻസ്മിഷൻ ബേസ്ഡ് പ്രിക്കോഷൻസ്. വളരെ വേഗത്തിൽ പകരുന്ന ഇൻഫെക്ഷൻസ് ബാധയേറ്റിട്ടുള്ള ഒരു രോഗിയിലോ സ്ഥിരീകരിച്ചിട്ടുള്ള ഒരു രോഗിയിലോ അല്ലെങ്കിൽ മറ്റു വേറൊരാളില് ആ ഒരു ഇൻഫെക്ഷൻസ് ഉണ്ടാകാം എന്ന് അനുമാനിക്കുന്ന രോഗികളിലോ ആണ് നമ്മൾ TBPS ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് the types TBPS applied are based upon the mode of transmission of the pathogens അല്ലെ. നമ്മൾ ഈ TBPS അപ്ലൈ ചെയ്യുന്നത് എന്തിന്റെ ബേസിസിലാണ്? ആ ഒരു ഇൻഫെക്ഷൻസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന രീതിയെ അടിസ്ഥാനമാക്കിയാണ് TBPS പ്രയോഗിക്കുന്നത് അല്ലെ. ആ ഒരു ഇൻഫെക്ഷൻസ് ഏത് രീതിയിലാണോ സ്പ്രെഡ് ചെയ്യുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് TBPS ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് നോക്കിയേ. ഫോർ ഡിസീസ് ദാറ്റ് ഹാവ് മൾട്ടിപ്പിൾ റൂട്ട് ഓഫ് ട്രാൻസ്മിഷൻ മോർ ദാൻ വൺ TBPS കാറ്റഗറി ഈസ് അപ്ലൈഡ് അല്ലെ. എന്താണ്? ഒന്നിലധികം ട്രാൻസ്മിഷൻ മാർഗങ്ങളെ രോഗികൾക്ക് ഒന്നിലധികം TBPS പ്രയോഗിക്കുന്നു അല്ലെ. നമുക്ക് കൊറോണ വന്നപ്പോൾ ഐസൊലേറ്റ് ചെയ്യുക മാത്രമാണോ ചെയ്തത് ആ ഒരു പേഷ്യന്റിനെ? അല്ല അല്ലെ. മറ്റു മാർഗങ്ങളും എന്താണ്? സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് സ്വീകരിക്കില്ലേ? സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ എന്താണ്? നമ്മുടെ ഒന്നിലധികം ട്രാൻസ്മിഷൻ മാർഗങ്ങളുള്ള അതായത് നമുക്ക് എയർബോണിലൂടെയല്ല അല്ലെങ്കിൽ കോണ്ടാക്റ്റിലൂടെ മാത്രമല്ല ട്രാൻസ്മിഷൻ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഇൻഫെക്ഷൻസിന് എന്താണ്? നമ്മൾ ഒന്നിലധികം ട്രാൻസ്മിഷൻ ബേസ്ഡ് പ്രിക്കോഷൻസ് സ്വീകരിക്കുന്നു. ഓക്കെയാണോ? അതായത് ആ ഒരു ഇൻഫെക്ഷൻസ് പടരാനായിട്ട് ഒരു റൂട്ട് വേഡ് മാത്രമല്ല മൾട്ടിപ്പിൾ റൂട്ട് വേഡ് ഓഫ് ട്രാൻസ്മിഷൻ പല രീതിയിൽ ആ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാം എന്നതിനെ ആസ്പദമാക്കി നമ്മൾ പലതരത്തിലുള്ള ട്രാൻസ്മിഷൻ ബേസ്ഡ് പ്രിക്കോഷൻസ് സ്വീകരിക്കുന്നു. ഓക്കെയാണോ?
ദി എൻഷുറിംഗ് ആർ ദ റൂട്ട് ഓഫ് ട്രാൻസ്മിഷൻ. അത് ഉറപ്പുവരുത്തുന്നത് ആ ഒരു ട്രാൻസ്മിഷന്റെ റൂട്ട് രീതി അനുസരിച്ചാണ് അല്ലെ. ആ ഒരു ട്രാൻസ്മിഷൻ ഏത് രീതിയിലാണോ പടരുന്നത്, സ്പ്രെഡ് ചെയ്യുന്നത് എന്നതിനെ അനുസരിച്ചാണ് ആ ഒരു TBPS ഏത് ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നത്, എൻഷുർ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ് പറയുന്നത് കുറച്ച് എക്സാമ്പിൾ ആണ് കേട്ടോ. നമ്മൾ പറഞ്ഞു നമുക്ക് പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ട് അല്ലെ. കോണ്ടാക്റ്റിലൂടെ പകരുന്ന ഇൻഫെക്ഷൻസ് ഉണ്ട്, എയർബോൺ ട്രാൻസ്മിഷൻ ഉണ്ട്, ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ ഉണ്ട് അല്ലെ. അപ്പൊ അതിനൊക്കെ കുറച്ച് എക്സാമ്പിൾ ആണ് കേട്ടോ പറയുന്നത്. കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് അല്ലെ. ഡയറക്റ്റ് നമുക്ക് നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ ആകാം, അതല്ലെങ്കിൽ എന്താണ് ആ ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു രോഗി തൊട്ട ടച്ച് എന്തെങ്കിലും സാധാ ഒബ്ജക്റ്റിൽ ടച്ച് ചെയ്താലും നമുക്ക് വരാലോ. ഇൻഡയറക്റ്റ് അല്ലെ. അവരുപയോഗിച്ച ലിനൻസ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ അവരുപയോഗിച്ച ഡ്രസ് ഉപയോഗിക്കുക അല്ലെ. അപ്പൊ എന്താണ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. ഫസ്റ്റത്തെ വരുന്നത് എക്സാമ്പിൾ വൈറൽ ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് അല്ലെ. എന്താണ് നമുക്ക് പലതരത്തിലുള്ള വൈറസുകൾ കാരണമായിട്ട് നമുക്ക് എന്താണ് ലൂസ് മോഷനും ഛർദിയും പ്രധാന ലക്ഷണങ്ങളായി വരുന്ന ഒരു ഇൻഫെക്ഷൻസ് ആണ് വൈറൽ ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് അല്ലെ. പലതരത്തിലുള്ള വൈറസുകൾക്ക് വിധേയമായിട്ട് നമുക്ക് എന്താണ് ലൂസ് മോഷനും ഛർദിയും പ്രധാന ലക്ഷണങ്ങളെ മെയിൻ സിംറ്റംസ് ആയിട്ട് വരുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് വൈറൽ ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ്. ഓക്കെയാണോ? നമുക്കറിയാം ഗ്യാസ്ട്രോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, വയറുമായി ബന്ധപ്പെട്ടതായിരിക്കും അല്ലെ, അബ്ഡോമനുമായി ബന്ധപ്പെട്ടതായിരിക്കും അല്ലെ. അപ്പൊ എന്താണ് പലതരം വൈറസുകൾക്ക് കാരണമായിട്ട് നമുക്ക് എന്താണ് ലൂസ് മോഷനും അമിതമായിട്ടുള്ള ഛർദിയും സിംറ്റംസ് ആയി വരുന്ന ഒരു ഇൻഫെക്ഷൻസ് ആണ് വൈറൽ ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ്. നെക്സ്റ്റ് പറയുന്നത് ക്ലോസ്ട്രിഡിയം ഡിഫീസൈൽ അല്ലെ. ഡിഫീസൈൽ എന്ന് വെച്ചാല് നമുക്ക് എന്താണ് കഠിനമായിട്ടുള്ള ലൂസ് മോഷനും മറ്റു കുടൽ പ്രശ്നത്തിന് കാരണമാക്കുന്ന ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആണ് ക്ലോസ്ട്രിഡിയം ഡിഫീസൈൽ. കഠിനമായിട്ടുള്ള ശക്തിയായിട്ടുള്ള ലൂസ് മോഷനും മറ്റു കുടൽ പ്രശ്നങ്ങൾ നമ്മുടെ കുടലില് മറ്റു പ്രശ്നങ്ങൾക്ക് ഇഷ്യൂസിന് കാരണമാകുന്ന ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആണ് എന്താ നമ്മുടെ ക്ലോസ്ട്രിഡിയം ഡിഫീസൽ. ഇത് വരുന്നത് നമുക്ക് അടുത്തിടെ സർജറി ഒക്കെ ചെയ്യുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. സർജറി ചെയ്ത പേഷ്യൻസ്, അല്ലെങ്കിൽ ആന്റിബയോട്ടിക്സുകൾ കഴിഞ്ഞ പേഷ്യൻസ്, അതല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി പവർ കുറവുള്ള പേഷ്യൻസ് ഒക്കെ ഇല്ലേ, അവർക്കാണ് ഈ ഒരു ക്ലോസ്ട്രിഡിയം ഡിഫീസൽ പെട്ടെന്ന് വരുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് MRSA എന്ന് വെച്ചാല് മെത്തിസിലിൻ റെസിസ്റ്റന്റ് സ്റ്റാഫൈലോകോക്കസ് ഓറിയസ്. സ്റ്റാഫൈലോകോക്കസ് ഓറിയസ് എഴുതുന്നുണ്ടോ? MRSA എഴുതിക്കോട്ടോ. മെത്തിസിലിൻ റെസിസ്റ്റന്റ് സ്റ്റാഫൈലോകോക്കസ് ഓറിയസ്. നമ്മുടെ ശരീരത്തില് നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ ആന്റിബയോട്ടിക്സുകളില്ലേ, സാധാരണ ആന്റിബയോട്ടിക്സുകള്, ആ ഒരു ആന്റിബയോട്ടിക്കുകൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന ഒരു തരം ബാക്ടീരിയയാണ് നമുക്ക് ഈ ഒരു ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നത്. സാധാരണ ആന്റിബയോട്ടിക്കുകൾക്ക് തടസ്സം, അത് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കാത്ത രീതിയിൽ അല്ലെ. ആന്റിബയോട്ടിക്കുകൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഫെക്ഷൻസ് ഒക്കെ കുറയും അല്ലെ, നമ്മുടെ അസുഖങ്ങളൊക്കെ കുറെ കുറയില്ലേ. അപ്പൊ അതിന് തടസ്സം സൃഷ്ടിക്കുന്ന ഒരു തരം ബാക്ടീരിയയാണ് നമുക്ക് ഈ ഒരു MRSA എന്നുള്ള രോഗം വരുത്തുന്നത്. ഇത് നമുക്ക് നേരിയ രീതിയിലുള്ള ചർമ്മ അണുബാധ മുതല്
ടൈപ്പ് ചെയ്യണം. ഓക്കെ, മിസ് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് തരാം കേട്ടോ. നേരിയ ചർമ്മ അണുബാധ മുതൽ എന്ത് ചെയ്യുന്നു, ന്യൂമോണിയ അതല്ലെങ്കിൽ നമ്മുടെ രക്തപ്രവാഹത്തിലേക്ക് അണുബാധ പോലെയുള്ള ഗുരുതര രോഗപ്രശ്നങ്ങൾക്ക് ഈ ഒരു ബാക്ടീരിയ കാരണമാകുന്നു. ഓക്കെ ആണോ? ഇതൊക്കെ ഇത് നമുക്ക് കോണ്ടാക്റ്റിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. എന്താണ്, നമ്മുടെ ചർമ്മത്തില് നമ്മുടെ സ്കിന്നില് നേരിയ ചർമ്മ അണുബാധ മുതൽ ന്യൂമോണിയ കൂടാതെ രക്തപ്രവാഹത്തിലേക്ക് അണുബാധ വരെയുള്ള കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. ആ പേര് മാത്രം പഠിച്ചു വെക്കാം കേട്ടോ, പേര് മാത്രം പഠിച്ചു വെക്കാം, പേര് വരുന്നതാണ് കേട്ടോ. രക്തപ്രവാഹത്തിലേക്ക് അണുബാധ പോലെയുള്ള ഗുരുതര രോഗങ്ങൾ വരെ ഈ ഇൻഫെക്ഷൻസ്, ഈ ഒരു ബാക്ടീരിയ കാരണമാകുന്നു. ഫുൾ ഫോം ചോദിച്ചാലും നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലേ മക്കളെ? മനസ്സിലാകാലോ? ഓക്കെ, വിജി ഫുൾ ഫോം ഫുൾ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ, നമ്മുടെ MRSA. ആരാ ചോദിച്ചേ? മിസ്സിന് ടൈപ്പ് ചെയ്യണോ? ഓക്കെ 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 അല്ലേ? നെക്സ്റ്റ് പറയുന്നത് സ്കാബിസ്. സ്കാബിസ് കേട്ടിട്ടുണ്ട് നിങ്ങൾ? ചൊറി, വട്ടച്ചൊറി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? മലയാളത്തില് ചൊറി എന്ന് പറയും, വട്ടച്ചൊറി എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ അതൊക്കെ നമുക്ക് എന്താണ്, ടച്ചിലൂടെ അല്ലെ, കോണ്ടാക്റ്റിലൂടെ അല്ലെ പകരുന്നത് അല്ലെ? രോഗി ഉപയോഗിച്ച് സോപ്പ് ഉപയോഗിക്കുക അല്ലെ? അല്ലെങ്കിൽ അവര് ആ ഒരു ഇതിൽ നിന്നുള്ള ഫ്ലൂയിഡ് അല്ലെ നമ്മുടെ ശരീരത്തിലേക്ക് ആകുക അല്ലെ? അപ്പൊ എന്താണ് സ്കാബിസ് കേട്ടോ. നെക്സ്റ്റ് എക്സാമ്പിൾ ആണ് സ്കാബിസ്. ഓക്കെ അല്ലേ? ആ 4 എണ്ണം ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് പറയുന്നത് എന്താണ്, എയർബോൺ ട്രാൻസ്മിഷൻ അല്ലെ? നമുക്ക് എന്താണ്, വായുവിലൂടെ പകരുന്ന ഇൻഫെക്ഷൻസ് ഏതൊക്കെയാണ്? അതിന് എക്സാമ്പിൾ ആണ് അല്ലെ, പൾമനറി ട്യൂബർക്കുലോസിസ്, TB അല്ലെ, ക്ഷയരോഗം അല്ലെ, ശ്വാസകോശ ക്ഷയരോഗം. പക്ഷെ ഇപ്പൊ നമ്മൾ കേൾക്കുന്നുണ്ടോ TB? കേൾക്കുന്നുണ്ടോ? പണ്ട് ഒരുപാട് നാളുകൾക്ക് മുമ്പാണ് അല്ലെ? എന്താണ് അതിനുശേഷം എന്താണ് സംഭവിച്ചത്? നമ്മ വാക്സിന് കണ്ടുപിടിച്ചു അല്ലെ? TBക്കെതിരായിട്ടുള്ള വാക്സിൻ കണ്ടുപിടിച്ച് നമ്മ എല്ലാവരും വാക്സിനൊക്കെ കുത്തിവയ്പ്പൊക്കെ നടത്തിയതാണ് അല്ലെ? അപ്പൊ അതൊരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു? പ്രിവെന്റ് ചെയ്യാനായി സാധിച്ചു. ഓക്കെ അല്ലേ? മൈക്കോബാക്ടീരിയ ട്യൂബർക്കുലോസിസ് എന്നുള്ള ഒരു ബാക്ടീരിയയാണ് നമുക്ക് ഈ ഒരു ട്യൂബർക്കുലോസിസ് സ്പ്രെഡ് ചെയ്യുന്നത് കേട്ടോ. അതൊന്നും പഠിക്കാനില്ല കേട്ടോ, മിസ് ഒരു ജസ്റ്റ് പറഞ്ഞാണ്. ചിക്കൻ ബോക്സ് അല്ലെ, വായുവിലൂടെ പകരുന്നതാണ് അല്ലെ? നെക്സ്റ്റ് എന്താണ്, മീസിൽസ് അല്ലെ, 5-ാം പനി അല്ലെ? ഇതിനും വാക്സിൻ ഉണ്ട് അല്ലെ? ചിക്കൻ ബോക്സിനും വാക്സിൻ ഉണ്ട്. നമ്മുടെ ഇവിടെ ഇല്ല, ഗൾഫ് നാടുകളിലൊക്കെ ചിക്കൻ ബോക്സിന് വാക്സിൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ എനിക്ക് അറിയാവുന്നതാണ് അല്ലെ? നെക്സ്റ്റ് പറയുന്നത് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ അല്ലെ, ഇൻഫ്ലുവൻസ അല്ലെ? നമുക്കറിയാം, പനി അല്ലെ, പകർച്ചപ്പനി എന്ന് പറയും അല്ലെ? ഇൻഫ്ലുവൻസ, പെർട്ടുസിസ്, ഹൂപ്പിംഗ് കഫ്, വില്ലൻ ചുമ കേട്ടിട്ടില്ലേ നമ്മ? വില്ലൻ ചുമ അല്ലെ, ഹൂപ്പിംഗ് കഫ്. അപ്പൊ അത് പിന്നെന്താണ്, റുബെല്ല അല്ലെ? നമ്മുടെ എന്താണ്, ചുവന്ന രീതിയിൽ ഇങ്ങനെ സ്കിന്നിൽ തടിച്ചു പോകുന്നത്, കഠിനമായിട്ടുള്ള പനി അല്ലെ? അപ്പൊ റുബെല്ല വാക്സിൻ ഉണ്ട് അല്ലെ? വാക്സിൻ ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ. ഓക്കെ അല്ലേ? ഇതൊക്കെ സിമ്പിൾ അല്ലേ? ആ ഒരു ഇതനുസരിച്ച് മാറ്റി പഠിക്കാം കേട്ടോ. കൺഫ്യൂഷൻ വരാത്ത രീതിയിൽ പഠിക്കാം കേട്ടോ. എക്സാമ്പിൾ ക്വസ്റ്റ്യൻ വരുന്നതാണ്. നെക്സ്റ്റ് പറയുന്നത് TBPSന്റെ ഫുൾ ഫോം ചോദിക്കാം. TBPS എന്താണെന്ന് ചോദിക്കാം അല്ലെ? നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസിന് കൂടാതെ അല്ലെ, അത് അപര്യാപ്തമാകുന്ന സിറ്റുവേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് TBPS. അപ്പൊ അതൊക്കെ അടയാളപ്പെടുത്താം കേട്ടോ. നെക്സ്റ്റ് എടുക്കട്ടെ മിസ്? ക്ലിയർ അല്ലേ ഇത്രയും? നെക്സ്റ്റ് എടുക്കട്ടെ.
how do you control infection in hospital settings? അല്ലെ, നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇൻഫെക്ഷൻസ് ഹോസ്പിറ്റലിൽ തടയാം, ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ തടയാം? സാനിറ്റേഷൻ ചെയ്യാം, സ്റ്റെറിലൈസേഷൻ ചെയ്യാം, അല്ലെ, ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് അല്ലെ. അപ്പൊ നോക്കിയേ, ഹൗ ഡു യു കൺട്രോൾ ഇൻഫെക്ഷൻ ഇൻ ഹോസ്പിറ്റൽ സെറ്റിംഗ്സ്. നെക്സ്റ്റ് അതിൽ നോക്കിയേ, ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ HCAI ചോദിക്കാട്ടോ. Health care associated infection is one of the most complication of healthcare management. അല്ലെ, എന്താണ് ഒരു ഹെൽത്ത് കെയർ മാനേജ്മെന്റിലെ ഒരു സങ്കീർണത, സാധാരണ സങ്കീർണതകളല്ലേ, ഒരു പ്രശ്നങ്ങളിൽ ഒന്നല്ലേ HCAI അല്ലെ. അവിടുത്തെ പ്രവർത്തനങ്ങളെ ബാധിക്കാവുന്ന അല്ലെ, എഫക്ട് ചെയ്യുന്ന ഒരു കോംപ്ലിക്കേഷൻ ആണ് അല്ലെ. എന്താണ് ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ പ്രവർത്തനങ്ങളിലെ ആ ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റില് ബാധിക്കുന്ന ഒരു സങ്കീർണതകളിൽ ഒന്നാണ് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. ഇറ്റ് ഈസ് എ മേജർ ഹെൽത്ത് ത്രെറ്റ് ആസ് ഇറ്റ് ലീഡ്സ് ടു ഇൻക്രീസ് പേഷ്യന്റ് മോർബിഡിറ്റി ആൻഡ് mortality, length of hospital stay and the cost associated with the hospital stay. അല്ലെ, എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഒരു മേജർ ത്രെറ്റ് ആണ് അല്ലെ, ഒരു ഭീഷണിയല്ലേ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിനെ സംബന്ധിച്ച് ഒരു ഭീഷണിയാണ് അല്ലെ. അപ്പൊ ഇത് എന്തിലേക്കൊക്കെ നയിക്കുന്നുണ്ട്, ഇൻക്രീസ്ഡ് പേഷ്യന്റ് മോർബിഡിറ്റി അല്ലെ, പേഷ്യന്റിന്റെ രോഗാവസ്ഥയെ ബാധിക്കുന്നുണ്ടോ? ഒരു രോഗി എന്തെങ്കിലും അസുഖമായിട്ട് വരുന്ന രോഗിക്ക് ഒരു ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി അവരുടെ രോഗാവസ്ഥ ഇൻക്രീസ് ചെയ്യാണ് അല്ലെ, തീവ്രമാക്കല്ലേ ചെയ്യുന്നത്. ഉള്ള സുഖം കൂടാതെ അവര് മോർബിഡിറ്റി ഇൻക്രീസ് ചെയ്യുന്നു അല്ലെ. അപ്പൊ എന്താണ് ലീഡ്സ് ടു, എന്തിലേക്കൊക്കെ നയിക്കുന്നുണ്ട്, ഇൻക്രീസ്ഡ് ടു പേഷ്യന്റ് മോർബിഡിറ്റി അല്ലെ, രോഗിയുടെ രോഗാവസ്ഥയെ കൂടുതലായി സങ്കീർണമാക്കുന്നു. കൂടാതെ മോർട്ടാലിറ്റി, മരണനിരക്ക് കൂട്ടുന്നുണ്ടോ ഇല്ലേ. ചില സിറ്റുവേഷനില് ആ ഒരു പേഷ്യന്റിന് മരണം സംഭവിക്കാം അല്ലെ, മോർട്ടാലിറ്റി കൂട്ടുന്നുണ്ട്. ഒരു രോഗിയുടെ ഹോസ്പിറ്റൽ സ്റ്റേ കൂട്ടുന്നുണ്ട് അല്ലെ. ഒരു രോഗി ജസ്റ്റ് എന്തെങ്കിലും അസുഖമായിട്ടാണ് വരുന്നതെങ്കിൽ അവർക്ക് ഇൻഫെക്ഷൻ ബാധയേറ്റ് അവരുടെ ഹെൽത്ത് കണ്ടീഷൻ ഒരുപാട് ക്രിട്ടിക്കൽ സ്റ്റേജിലായി കഴിഞ്ഞാല് അവരുടെ ഹോസ്പിറ്റൽ സ്റ്റേ കൂടും അല്ലേ. കൂടിക്കഴിഞ്ഞാല് അവരെന്താണ്, ആ ഒരു സ്റ്റേ കൂടിക്കഴിഞ്ഞാല് അവർക്ക് ഹോസ്പിറ്റലില് അവർക്ക് വരുന്ന ചെലവും കൂടും അല്ലെ. കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ഹോസ്പിറ്റൽ സ്റ്റേ അല്ലെ, ഹോസ്പിറ്റൽ താമസവുമായി ബന്ധപ്പെട്ട് വരുന്ന ചെലവുകളും കൂടുന്നു അല്ലെ. നമ്മ 2 ദിവസം ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്ന ഫീസും ഒക്കെയാണോ ഒരു 5 ദിവസം നമ്മൾ അഡ്മിറ്റ് ആക്കിയാൽ വരുന്നത് കോസ്റ്റ് വരുന്നത് അല്ല അല്ലെ. അപ്പൊ എന്താണ്, ഇതൊരു മേജർ ത്രെറ്റ് ആണ് അല്ലെ, ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിനെ സംബന്ധിച്ച് ഒരു മേജർ ആയിട്ടുള്ള വലിയ ഭീഷണിയാണ്. ഇതെന്താണ്, രോഗിയുടെ രോഗാവസ്ഥയെ കഠിനമാക്കുകയും മരണനിരക്ക് കൂട്ടുകയും ആ ഒരു ഹോസ്പിറ്റലില് ആ രോഗിയുടെ ലെങ്ത് ഓഫ് സ്റ്റേ അല്ലെ, ആ ഒരു ഹോസ്പിറ്റലിൽ താമസിക്കുന്ന കാലയളവ് കൂട്ടുകയും കൂടാതെ അതുമായി ബന്ധപ്പെട്ട രോഗിക്കുണ്ടാകുന്ന ചിലവുകളും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് പറയുന്നത്, സ്ട്രോങ് ഇൻഫെക്ഷൻ മിറ്റിഗേഷൻ ആൻഡ് കൺട്രോൾ ഈസ് സെൻട്രൽ ടു പ്രൊവൈഡിംഗ് ഹൈ ക്വാളിറ്റി ഹെൽത്ത് കെയർ ഫോർ പേഷ്യന്റ് ആൻഡ് സേഫ് വർക്കിംഗ് എൻവയോൺമെന്റ് ഫോർ ദോസ് ദാറ്റ് വർക്ക് ഇൻ ഹെൽത്ത് കെയർ സെറ്റിംഗ്സ് അല്ലെ. എന്താണ്, രോഗികൾക്ക് ഉയർന്ന നിലവാരമുള്ള ആരോഗ്യ സംരക്ഷണ മേഖലയില് strong infection mitigation and control is central to providing high quality health care for patients and safe working environment for those that work in health care settings. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ആണ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ മിറ്റിഗേഷൻ പ്രവർത്തനങ്ങളാണെങ്കിൽ നമുക്ക് എന്താണ്, ഹൈ ക്വാളിറ്റി ഹെൽത്ത് കെയർ ഫോർ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ. ഇൻഫെക്ഷൻ കൺട്രോൾ നല്ല രീതിയിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ആണെങ്കിൽ അവിടെ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത് നമുക്ക് ഒരു പരിധി വരെ
കൺട്രോൾ ചെയ്യാലോ, തടുക്കാം അല്ലേ? അപ്പൊ എന്താണ് സ്ട്രോങ് ഇൻഫെക്ഷൻ കൺട്രോൾ ഇൻ മിറ്റിഗേഷൻ ആൻഡ് കൺട്രോൾ ഈസ് സെൻട്രൽ ടു പ്രൊവൈഡിങ് ഹൈ ക്വാളിറ്റി. നമ്മുടെ ഹോസ്പിറ്റലിലുടനീളം അല്ലെ സെൻട്രൽ ടു പ്രൊവൈഡിങ് ഇവിടെ എന്താണ് നമുക്ക് ക്വാളിറ്റിയുള്ള ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാനും അല്ലെ നല്ല ഹൈ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയുള്ള ആരോഗ്യ പരിചരണം നൽകാനും. പിന്നെ എന്താണ് നമുക്ക് പേഷ്യന്റിന് മാത്രമാണോ ഈ ഒരു ഇൻഫെക്ഷൻ കൊണ്ട് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ കൊണ്ട് ബുദ്ധിമുട്ടുള്ളത്? അല്ല, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കും വരുന്നുണ്ട് അല്ലെ. അപ്പൊ അവർക്ക് എന്താണ് സേഫ് ആയിട്ടുള്ള ഒരു എൻവിയോൺമെന്റ് നമുക്ക് നൽകാൻ സാധിക്കുന്നുണ്ടോ സ്ട്രോങ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ ആണെങ്കിൽ? ഇല്ലേ? അപ്പൊ എന്താണ് എന്റെ സേഫ് വർക്കിംഗ് എൻവിയോൺമെന്റ് ഫോർ ദോസ് ദാറ്റ് വർക്ക് ഇൻ ഹെൽത്ത് കെയർ സെറ്റിംഗ്സ്. ആ ഒരു ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് സേഫ് ആയിട്ടുള്ള അല്ലെ സുരക്ഷിതമായിട്ടുള്ള ഒരു എൻവിയോൺമെന്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനും സാധിക്കുന്നു. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് it is important to minimize the risk of spread of infection to patients and staff hospitals by implementing a good infection control program അല്ലേ? അപ്പൊ എന്താണ് it is important to minimize the risk of spread of infection to patient and staffing. ഈ നമുക്ക് ഈ ഒരു ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാകുന്ന അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാകുന്ന റിസ്ക് കുറയ്ക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? പേഷ്യൻസിനും മാത്രമല്ല സ്റ്റാഫുകൾക്കും അല്ലെ. Patients and staffing hospitals by implementing a good infection control program അല്ലെ. ഹോസ്പിറ്റലില് നല്ല രീതിയിലുള്ള ഒരു ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ നടപ്പിലാക്കുക. ഒക്കെയാണോ? നടപ്പിലാക്കുന്നത് പ്രധാനമാണ് അല്ലെ. അവിടെ വർക്ക് ചെയ്യുന്ന അവിടെ വരുന്ന അല്ലെ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സെറ്റിംഗ്സില് പരിചരണത്തിന് വേണ്ടി അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന് വരുന്ന രോഗികൾക്ക് ആ ഇൻഫെക്ഷൻസ് കൊണ്ടുള്ള റിസ്ക് കുറയ്ക്കാനും അവിടെയുള്ള വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് സുരക്ഷിതത്വം നൽകുന്നതിന് വേണ്ടിയിട്ട് ഒരു നല്ല രീതിയിലുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാം ഹോസ്പിറ്റലിൽ നടപ്പിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനമുള്ള ഒരു കാര്യമാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. This document outlines the broad principles and practices of infection control that are essential for the prevention and management infection അല്ലെ. അണുബാധ നമ്മുടെ ആ ഒരു ഇൻഫെക്ഷൻസ് തടയുന്നതിനും അത് മാനേജ് ചെയ്യുന്നതിനും അല്ലെ കൈകാര്യം ചെയ്യുന്നതിനും അത്യാവശ്യമായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അണുബാധ നിയന്ത്രണത്തിന്റെ വിശാലമായ തത്വങ്ങളും രീതികളും നമ്മുടെ ഇൻഫെക്ഷൻ കൺട്രോൾ ഡോക്യുമെന്റ്സിൽ പ്രതിപാദിച്ചിരിക്കുന്നു അല്ലെ. നമുക്ക് ഒരു ഇൻഫെക്ഷൻസ് വന്നാൽ അത് ഏതൊക്കെ രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാം അല്ലെ, അതിന് ഏതൊക്കെ പ്രിക്കോഷൻസ് നമുക്ക് സ്വീകരിക്കാം അല്ലെ, അങ്ങനെയുള്ള മാർഗങ്ങളെ കുറിച്ച് പറയുന്ന അതിന്റെ നിയന്ത്രണങ്ങളെ കുറിച്ചുള്ള വിശാലമായ തത്വങ്ങള് പ്രിൻസിപ്പൾസും പ്രാക്ടീസുകളും നമ്മുടെ ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സിൽ പ്രതിപാദിച്ചിരിക്കുന്നു. ഓക്കെയാണോ? നമ്മ ഇൻഫെക്ഷൻ കൺട്രോൾ മാനുവൽ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു അല്ലേ? ഓർമ്മയുണ്ടോ? അതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് ഒക്കെയാണ് അല്ലേ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ് പറയുന്നത് the following hospital infection control policies are needed to be framed and practices and supervised by the hospital infection control team and a hospital infection control committee. അതൊക്കെ അടയാളപ്പെടുത്താം കേട്ടോ, വരുന്നതാണ് കേട്ടോ. HICT, HICC ഒക്കെ വരുന്നതാണ് കേട്ടോ, അതൊക്കെ അടയാളപ്പെടുത്താം കേട്ടോ. എന്താണ് HICT ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ ടീം ആൻഡ് HICC അല്ലെ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. കമ്മിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, HAI പഠിച്ചു അല്ലെ, കമ്മിറ്റിയിൽ ആരൊക്കെ ഉൾപ്പെടുന്നുണ്ട് അല്ലെ.
അപ്പൊ എന്താണ് നമ്മുടെ HICT ആൻഡ് HICC മേൽനോട്ടം വഹിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായിട്ടുള്ള നമ്മൾ അത് സൂപ്പർവൈസ് ചെയ്യേണ്ടതും പ്രാക്ടീസ് ചെയ്യേണ്ടതുമായ ഹോസ്പിറ്റൽ കൺട്രോൾ പോളിസികളാണ് താഴെ പറയുന്നത്. അല്ലെ 6 പോളിസികൾ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ ടീമും ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയും കൂടി നടപ്പിലാക്കേണ്ടതും മേൽനോട്ടം വഹിക്കേണ്ടതുമായിട്ടുള്ള ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കേണ്ടതും മേൽനോട്ടം വഹിക്കേണ്ടതുമായിട്ടുള്ള 6 പോളിസികളാണ് താഴെ കൊടുക്കുന്നത്. നോക്കിയേ, ഗൈഡ് ലൈൻ ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഇൻഫെക്ഷൻസ്. ഇപ്പൊ നമുക്ക് ഒരു ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിനു വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക അല്ലെ, ഗൈഡ് ലൈൻ കൊടുക്കില്ലേ, കൊടുക്കാറുണ്ടോ? ഇപ്പൊ നമുക്ക് കൊറോണ വന്നപ്പോ നമുക്ക് ഒരുപാട് ഗൈഡ് ലൈൻ തന്നു അല്ലെ. മാസ്ക് ധരിക്കുക, ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ ഇത്ര മീറ്റർ അകലം പാലിക്കുക അല്ലെ, കൈകൾ എപ്പോഴും സാനിറ്റൈസ് ചെയ്യുക അല്ലെ, അങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങൾ തന്നു അല്ലെ. അപ്പൊ എന്താണ്, ഒരു ഇൻഫെക്ഷൻസിനെ നിയന്ത്രിക്കുന്നതും അത് തടയുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്ന പോളിസി. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ഡിസ്ഇൻഫെക്ഷൻ പോളിസി അല്ലെ. എന്താണ്, നമ്മുടെ ഹോസ്പിറ്റലിലെ എക്യുപ്മെന്റുകള്, അവിടുത്തെ സോഴ്സുകള്, അവിടുത്തെ എൻവിയോൺമെന്റ്, സറൗണ്ടിങ്സ് ഒക്കെ നമുക്ക് ഡിസ്ഇൻഫെക്ഷൻ ചെയ്യണോ? സാനിറ്റൈസേഷൻ ചെയ്യണം, സ്റ്റെറിലൈസേഷൻ ചെയ്യണം, കെമിക്കൽ ഡിസ്ഇൻഫെക്ഷൻ മെത്തേഡുകൾ നടത്തണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഡിസ്ഇൻഫെക്ഷൻ പോളിസി, അണുവിമുക്തമാക്കൽ നയങ്ങൾ അല്ലെ. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് അണുവിമുക്തമാക്കാം, എക്യുപ്മെന്റുകൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഡിസ്ഇൻഫെക്ഷൻ ടാസ്കുകൾ നടത്താം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഡിസ്ഇൻഫെക്ഷൻ പോളിസി. പിന്നെ എന്താണ്, ഐസൊലേഷൻ പോളിസി. നമുക്കറിയാം അല്ലെ, ഐസൊലേറ്റ് ചെയ്ത് താമസിപ്പിക്കുക. ഇപ്പൊ നമുക്ക് കഴിഞ്ഞ ദിവസം മിസ് ഒരു ബോക്സ് എടുത്തപ്പോ പറഞ്ഞു ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻസ്, അതല്ലെങ്കിൽ എയർബോൺ പ്രിക്കോഷൻസ് വരുമ്പോൾ അവർ ഐസൊലേറ്റ് ചെയ്തിരിക്കുന്ന ഐസൊലേഷൻ റൂം ടൈപ്പ് എങ്ങനെയായിരിക്കണം അല്ലെ. നമ്മൾ ജസ്റ്റ് എന്താണ് ഐസൊലേഷൻ ചെയ്യാന്ന് പറയും, നമ്മൾ എന്ത് വിചാരിക്കും, അവരെ മാറ്റി താമസിപ്പിച്ചാൽ മതി എന്നായിരിക്കും അല്ലെ നിങ്ങൾ വിചാരിച്ചിരുന്നത്. അപ്പൊ നമ്മ കഴിഞ്ഞ ദിവസം പഠിച്ചില്ലേ, ആ ഒരു റൂം ടൈപ്പിനും കൂടി എന്താണ് പ്രത്യേകതകൾ ഉണ്ട് അല്ലെ, ഓരോ ടൈപ്പ് ആയിരിക്കണം അല്ലെ. അപ്പൊ എന്താണ്, അങ്ങനെയുള്ള ഐസൊലേഷൻ പോളിസി അല്ലെ. ഓരോ അസുഖങ്ങൾ വരുന്ന പേഷ്യന്റ്, ഓരോ ഇൻഫെക്ഷൻസ് വരുന്ന പേഷ്യൻസിനെ എങ്ങനെയായിരിക്കണം, ഏത് രീതിയിലുള്ള റൂമുകളില് ഏതൊക്കെ സജ്ജീകരണങ്ങളോട് കൂടിയിട്ട് എന്തൊക്കെ മുൻകരുതലോട് കൂടിയിട്ടായിരിക്കണം അവരെ ഐസൊലേറ്റ് ചെയ്ത് താമസിപ്പിക്കേണ്ടത്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, പോളിസി ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ഔട്ട് ബ്രേക്ക് ഓഫ് ഇൻഫെക്ഷൻ. നെക്സ്റ്റ് കഴിഞ്ഞ ദിവസം മിസ് എടുത്തിട്ടുണ്ടായിരുന്നു ഔട്ട് ബ്രേക്ക്, ഓർമ്മയുണ്ടോ? കമ്പോണൻസ് ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാമില് ഔട്ട് ബ്രേക്ക് ഇൻവെസ്റ്റിഗേഷൻ എന്നും പറഞ്ഞു, ഓർമ്മയുണ്ടോ? ഒരു ഇൻഫെക്ഷൻസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ റൂട്ട് വേർഡ് കണ്ടുപിടിക്കും അല്ലേ. ആണോ? റൂട്ട് വേർഡ് കണ്ടുപിടിക്കും. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ നോക്കും, അത് ഏത് രീതിയിൽ സ്പ്രെഡ് ചെയ്യും അല്ലെ, ഏത് രീതിയിൽ സ്പ്രെഡ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, അത് ഔട്ട് ബ്രേക്ക് ചെയ്യാനുള്ള അല്ലെ, ആ ഒരു സ്പ്രെഡിങ് പടരുന്നത് തടയുന്നതിനുള്ള കാരണങ്ങൾ അല്ലെ, എന്തൊക്കെ രീതികൾ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുമെന്നതില്ലേ നിയന്ത്രണ നടപടികൾ അല്ലെ. ആ ഒരു ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത് നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ ഏതൊക്കെയാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഔട്ട് ബ്രേക്ക് ഓഫ് ഇൻഫെക്ഷൻ പോളിസി അല്ലെ. ഒരു ഇൻഫെക്ഷൻസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ട ഇൻവെസ്റ്റിഗേഷൻസ് നടത്തുക അല്ലെ, അന്വേഷണങ്ങൾ നടത്തുക, അതിന്റെ റൂട്ട് വേർഡ് കണ്ടുപിടിക്കുക അല്ലെ, അത് ഏതൊക്കെ രീതിയിൽ സ്പ്രെഡ് ചെയ്യുമെന്ന് മനസ്സിലാക്കുക അല്ലെ. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ്, അത് നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക അല്ലെ. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് സർവീലൻസ് പോളിസി അല്ലെ. എന്താണ് സർവീലൻസ്, നിരീക്ഷണ പോളിസി. എന്താണ് മറ്റേ ഔട്ട് ബ്രേക്ക് ഒക്കെ പറഞ്ഞ പോലെ തന്നെ അല്ലെ, ഒരു ഇൻഫെക്ഷൻസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിരീക്ഷിക്കും അല്ലെ. അത് ആരോഗ്യയില് എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരും അല്ലെ, മാറ്റങ്ങൾ കൊണ്ടുവരും, അവർക്ക് ഏതൊക്കെ രീതിയിൽ എഫക്ട് ചെയ്യും അല്ലെ, അതൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ടേ.
പിന്നെ അതൊക്കെ ഏതൊക്കെ രീതിയിൽ സ്പ്രെഡ് ചെയ്യും അല്ലെ? ആ ഒരു ഇൻഫെക്ഷൻസ് കുറയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള എന്താണ് നിരീക്ഷണം, സർവീലൻസ് പോളിസി, അതുമായി ബന്ധപ്പെട്ട റിസ്കുകൾ എന്തൊക്കെയാണ് അല്ലെ? ആ ഒരു ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട റിസ്കുകൾ എന്തൊക്കെയാണ്? ഓക്കെ ആണോ? ആ ഒരു ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട് ഓർഗനൈസേഷൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അല്ലെ? നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ആന്റി മൈക്രോബിയൽ പോളിസി. നമുക്കറിയാം അല്ലെ, ഒരു പകർച്ചവ്യാധി അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാല് അത് പ്രതിരോധിക്കുന്നതിനും അതിന്റെ ചികിത്സയ്ക്കും വേണ്ടി നമ്മൾ പലതരത്തിലുള്ള ആന്റി മൈക്രോബിയൽ ഏജൻസുകൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? ആന്റി ബാക്ടീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? ബാക്ടീരിയ ആണെങ്കിൽ ആന്റി ബാക്ടീരിയൽസ് ആണ് നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്നത് അല്ലെ? ആന്റി ഇൻഫെക്ഷൻസ് ആണെങ്കിൽ എന്താണ്? ആന്റിബയോട്ടിക്സ് ആണ് അല്ലെ ഉപയോഗിക്കുന്നത് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഏജൻസുകൾ അല്ലെ, അങ്ങനെയുള്ള ഏജൻസ് ഇത് ഉപയോഗിച്ചിട്ട് ഏജന്റുകളുടെ സഹായത്തോടു കൂടി അത് ഫലപ്രാപ്തിയോടുകൂടി ആ ഒരു ഇൻഫെക്ഷൻസ് കുറയ്ക്കുകയും എന്താണ് അതുമൂലമുള്ള മരണനിരക്കും രോഗാവസ്ഥയും കുറയ്ക്കുക ഈ ഒരു മൈക്രോബിയൽ ഏജൻസിന്റെ സഹായത്തോടു കൂടി. ഓക്കെ ആണോ? ഇത് നിങ്ങൾക്ക് ജസ്റ്റ് പേര് മാത്രം പഠിച്ചാൽ മതി കേട്ടോ മക്കളെ. കൂടുതലായിട്ടൊന്നും ചോദിക്കില്ല. ആ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ HICTയും HICCയും കൂടി ഹോസ്പിറ്റലിൽ നടപ്പിലാക്കുന്ന പോളിസികൾ ഏതൊക്കെയാണെന്നൊക്കെ ക്വസ്റ്റ്യൻ വരും കേട്ടോ. അപ്പൊ പേര് മാത്രം പഠിച്ചിരിക്കുക കേട്ടോ. നെക്സ്റ്റ് പറഞ്ഞോട്ടെ മിസ്. എടുത്തോട്ടെ. The overall aim of this document is to provide evidence-based information in the prevention and control of infection. നമുക്കറിയാം അല്ലെ, നമുക്ക് ഏതൊരു ഡോക്യുമെന്റ് ആണെങ്കിലും ഹോസ്പിറ്റലിലെ പ്രാക്ടീസുകളാണെങ്കിലും നമുക്ക് എന്താണ് തരുന്നത്? എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള വിവരങ്ങളാണ് അല്ലെ തരുന്നത് അല്ലെ? അല്ലെ? അപ്പൊ എന്താണ് എവിഡൻസ് ബേസ്ഡ് ഇൻഫർമേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ എയിം, ഇൻഫെക്ഷൻ കൺട്രോളിന്റെ എയിം എന്ന് പറയുന്നത് എന്താണ്? എവിഡൻസ് ബേസ്ഡ് ഇൻഫർമേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു ഇൻഫെക്ഷൻസ് തടയുകയും കൺട്രോൾ ചെയ്യുക എന്നുള്ളതുമാണ്. നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് ഈസ് റെലവന്റ് ടു ഓൾ സ്റ്റാഫ് ഇൻക്ലൂഡിംഗ് ഡോക്ടേഴ്സ്, നഴ്സസ് and nurses, other clinical professionals and managers working in the hospital. ഇത് എല്ലാ നമ്മുടെ ഈ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാം ഒരാൾക്കും ഡോക്ടേഴ്സിനും നഴ്സുമാർക്കും മാത്രമാണോ ബാധകമായിട്ടുള്ളത്? അല്ല അല്ലെ? ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫുകൾക്കും ഇത് പ്രസക്തമാണ് അല്ലെ, ഇത് ബാധകമാണ് അല്ലെ? ഡോക്ടേഴ്സ്, നഴ്സസ്, അതർ ക്ലിനിക്കൽ പ്രൊഫഷണൽസ് മാനേജിംഗ് വർക്കിംഗ് ഇൻ ഹോസ്പിറ്റൽ. These documents will be updated as and when mandatory. അല്ലെ? ഈ ഡോക്യുമെന്റുകൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത് നിർബന്ധമാണ് അല്ലെ, മാൻഡേറ്ററി ആണ് അല്ലെ? നമുക്കറിയാം നമ്മൾ ഇന്ന് കാണുന്ന ഇൻഫെക്ഷൻസ് ആണോ ഇപ്പൊ നമ്മൾ പുതുതായി ഇത്രയും നാളുണ്ടായിരുന്ന ഇൻഫെക്ഷൻസ് ആണോ പിന്നെ കേട്ടത്? കൊറോണ കേട്ടു, നിപ്പ കേട്ടു അല്ലെ? മസ്തിഷ്ക ജ്വരം എന്ന് പറഞ്ഞ ഒരു ഇൻഫെക്ഷൻ കഴിഞ്ഞ ദിവസം അല്ലെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ, കൊറോണയ്ക്കും. അപ്പൊ എന്താണ്? പുതിയ പുതിയ ഇൻഫെക്ഷൻസ് ആണ് അല്ലെ ഓരോ സമയത്തും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സുകൾ അപ്ഡേറ്റ് ചെയ്യണ്ടേ? പുതിയ ഇൻഫെക്ഷൻസ് അതിൽ ചേർക്കണം. ആ ഇൻഫെക്ഷൻസ് പകരുന്ന രീതികൾ എന്തൊക്കെയാണ് അല്ലെ, അത് കൺട്രോൾ ചെയ്യുന്നതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്, എല്ലാം നമ്മൾ ചേർക്കണ്ടേ ഡോക്യുമെന്റ്സിൽ. എന്താണ്? ദിസ് ഡോക്യുമെന്റ് വിൽ ബി അപ്ഡേറ്റഡ് ആസ് ആൻഡ് വെൻ മാൻഡേറ്ററി. ഈ ഒരു ഡോക്യുമെന്റ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഓക്കെ അല്ലേ? Prevention of HCAI in patients is a concern of each patient, each person in the facility, and is the responsibility for establishing and maintaining infection prevention and control, its monitoring, surveillance, reporting, research and education.
നമ്മുടെ പേഷ്യൻസിന്റെ ഒരു കൺസേൺ ആണ്, എന്ത് ആശങ്കയാണ്, എന്ത് HCA അല്ലേ? ആണോ? ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാല് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരാം. നമ്മ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുമ്പോ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ആശങ്കയാണ് അല്ലെ? കുട്ടികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോ ഉണ്ടോ ആർക്കെങ്കിലും? ഉണ്ടല്ലേ? ഹോസ്പിറ്റലില് കൂടെ കൊണ്ടുപോകാൻ തന്നെ നമുക്ക് പേടിയാണ് ഹോസ്പിറ്റലിലേക്ക് കുഞ്ഞുങ്ങളെ അല്ലെ? അവിടെ നിന്ന് എന്തെങ്കിലും പനി വരുമോ, എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരുമോ അല്ലെ? Okay, prevention of HCA is patients is a concern of each person in the facility. ഈ ഒരു ഇൻഫെക്ഷൻസിനെ തടയുക എന്നുള്ളത് നമ്മുടെ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസിൽ വരുന്ന ഏതൊരു പേഷ്യൻസിന്റെയും എല്ലാ ആളുകളുടെയും ഒരു ആശങ്കയാണ്. അപ്പൊ ഇതിനു വേണ്ടി എന്ത് ചെയ്യണം? ആൻഡ് ഇസ് ദ റെസ്പോൺസിബിലിറ്റി ഫോർ എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ കൺട്രോൾ. അതിനു വേണ്ടിയിട്ട് എന്താണ്? ആ ഇൻഫെക്ഷൻസ് പ്രിവെന്റ് തടയുന്നതിനും അത് കൺട്രോൾ ചെയ്യുന്നതിനും ആവശ്യമായിട്ടുള്ള പോളിസികൾ നയങ്ങൾ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാമുകൾ ഹോസ്പിറ്റലിൽ സ്ഥാപിക്കുക എന്നുള്ളതും പിന്നെന്താണ്? അത് മോണിറ്റർ ചെയ്യുക, അത് നിരീക്ഷിക്കുക, സർവീലൻസ് ചെയ്യുക, അത് റിപ്പോർട്ട് ചെയ്യുക. ഓരോ ഇൻഫെക്ഷൻസും തടയുന്നതിന് വേണ്ടി എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം അല്ലെ? അതിന് ഏതൊക്കെ മരുന്നുകൾ കൊടുക്കാം, ഏതൊക്കെ രീതിയിൽ ആ ഒരു പേഷ്യന്റിനെ നമുക്ക് സംരക്ഷിക്കാം എന്നുള്ള റിസർച്ചുകൾ നടത്തുക, അതിന് വേണ്ട വിദ്യാഭ്യാസം എഡ്യൂക്കേഷൻ നൽകുക എന്നുള്ളതൊക്കെ ഇത് എന്താണ്? ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിന്റെ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകളുടെ എല്ലാം ഉത്തരവാദിത്തമാണ് അല്ലേ? ജസ്റ്റ് ഒരു ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ പോളിസി സ്ഥാപിച്ചാൽ മാത്രം മതിയോ? എസ്റ്റാബ്ലിഷ് ചെയ്താൽ മാത്രം മതിയോ ഒരു ഹോസ്പിറ്റല്? പോരാ അല്ലെ? അതെന്ത് ചെയ്യണം? നടപ്പിലാക്കണം അല്ലെ? ഹോസ്പിറ്റലിൽ നടപ്പിലാക്കണോ? സ്ഥാപിച്ച് കൊണ്ടുവന്ന് അത് അവിടെ നടപ്പിലാക്കണം. നടപ്പിലാക്കിയാൽ മാത്രം മതിയോ? അത് പറഞ്ഞ കാര്യങ്ങള് ശരിയായ രീതിയിൽ ചെയ്യുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യണം അല്ലെ? സർവീലൻസ് നടത്തണം. എന്താണ് അത്? ആ ഒരു പ്രവർത്തനം അവിടെ നടപ്പിലാക്കിയത് കൊണ്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ അല്ലെ? നിരീക്ഷിക്കണ്ടേ? നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടോ അല്ല? ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ടോ അല്ലെ? അതിനുള്ള സർവീലൻസ് നടത്തുക. പിന്നെ എന്താണ്? റിപ്പോർട്ടുകൾ തയ്യാറാക്കണം അല്ലെ? ഏതൊക്കെ ഇൻഫെക്ഷൻസ് പുതുതായി വന്നിട്ടുണ്ട് അല്ലെ? എന്താണ്? റിപ്പോർട്ടുകൾ തയ്യാറാക്കിയാലല്ലേ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ, ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? അപ്പൊ എന്താണ്? റിപ്പോർട്ടിങ് നടത്തുക. പിന്നെ എന്താണ്? അതുമായി ബന്ധപ്പെട്ട റിസർച്ചുകളും എഡ്യൂക്കേഷനും കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലെ ആളുകളുടെ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ ആണോ? എടുത്ത ഭാഗം ഓക്കെയാണോ എല്ലാവർക്കും? നെക്സ്റ്റ് ഒരു ചെറിയ സെക്ഷൻ ആണ്. നമുക്ക് HAI പഠിച്ചു തന്നെയാണ്. ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ? അതാണ് കേട്ടോ. ആ കമ്മിറ്റിയിൽ ആരെല്ലാം ഉൾപ്പെടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ചെറിയ പോർഷൻ ആണ്. അപ്പൊ മിസ് അത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. മൺഡേ ഉണ്ടല്ലോ, മൺഡേ എടുക്കാം. പിന്നെ മിസ് സോളി ടീച്ചർ ഒരു പോർഷൻ എടുക്കുന്നില്ല മക്കളെ? നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ അതില സെക്കൻഡ് ചാപ്റ്റർ അല്ലെ? അതില് മോട്ടിവേഷൻ എന്നുള്ള ഭാഗം മിസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു. ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഓൾ.